പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നതും അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും പാപപരിഹാര ബലിമൃഗമായിട്ട് രക്തം ചിന്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങളുടെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, കടലിൽ നിന്ന് മോചിപ്പിച്ച് അതിലൂടെയൊക്കെ സാത്താന് ലഭിച്ച എല്ലാ നിയമപരമായ അവകാശങ്ങളെയും അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ഇന്ന് പ്രത്യേകമാവിധം ഈ നൊവേനയുടെ 7-ാം ദിനത്തില് ഈ വിമോചനത്തിന്റെ പ്രാർത്ഥനയില് കർത്താവേ, അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും ബന്ധിച്ചു വച്ചിരിക്കുന്ന, കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന, കെണികളിൽ കുടുക്കിയിട്ടിരിക്കുന്ന, വലയിൽ കുരുക്കിയിരിക്കുന്ന പൈശാചിക ശക്തികളെ, ദുരാത്മ ദുർഭൂതങ്ങളെ നിർവീര്യമാക്കി ബഹിഷ്കരിച്ച് കർത്താവേ, വലിയ വിടുതലും വിമോചനവും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കള്, ജീവിത പ്രശ്നങ്ങള്, ഒത്തിരി പൈശാചിക സ്വാധീനം അടിമപ്പെട്ടു പോയ മക്കള്, ദുശീലങ്ങള്, മദ്യപാനം, ഭയങ്കരമായ ദേഷ്യം, അനുസരണക്കേട്, വിവാഹം വേണ്ട, മക്കള് വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന, വചനത്തെ ലംഘിച്ച് വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കും അടിമപ്പെട്ടു പോയ മക്കളെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലും വിമോചനവും ഈ 7-ാം ദിനത്തില് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അവിടെ നൽകി അനുഗ്രഹിക്കണമേ. ഈ വലിയ പ്രാർത്ഥനയോടെ ഈശോയ ദിവ്യകാരുണ്യസന്നിധിയില് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര വെച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ തിരുസഭയെ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സഥാനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, തിരുസഭയെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ, തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ജീവിത മേഖലകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ടും വിമോചന പ്രാർത്ഥനയുടെ വലിയ ശക്തി നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രകടമാകാൻ വേണ്ടിയും തിന്മയുടെ ഒരു ശക്തിയും നമ്മയോ നമ്മുടെ മക്കളെയോ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും
പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്കൊരുമിച്ച് ഈ പ്രമാണത്തിന് സമർപ്പിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുവാനിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിമോചന പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡനങ്ങളും ജീവിതത്തില് തീരാവ്യാധികളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും തടസ്സങ്ങളും അപകടങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, മാതാപിതാക്കളുടെ ശാപങ്ങള്, പൂർവികരുടെ ശാപങ്ങള്, ഞങ്ങളുടെ മക്കൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശാപത്തിന്റെ അരൂപികളെ, കൈവിഷങ്ങളെ, ക്ഷുദ്രശക്തികളെ, ഹലാലിന്റെ വശീകരണ ശക്തികളെ, ലൗകികാദിന്റെ ദുരാത്മ ദുർഭൂതങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ മക്കളിൽ നിന്നും ജീവിത വഴികളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവരെയോ ഇവിടെ ജീവിതത്തെയോ ഇവിടെ പ്രിയപ്പെട്ടവരെയോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നിനെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന്, തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന
കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അസ്വസ്ഥതകളും ദുശീലങ്ങളും തർക്കദോഷങ്ങളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ മക്കളുടെ, ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നും എല്ലാ പഠന മേഖല, ജോലി മേഖല, സാമ്പത്തിക മേഖല, ഭാവി ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെയോ ഇവരുടെ കുടുംബങ്ങളെയോ ഇവരുടെ മക്കളെയോ സാമ്പത്തിക മേഖലകളെയോ ജോലി മേഖലകളെയോ ഇന്റർവ്യൂവിന്റെ ഉന്നത പഠനത്തിന്റെ മേഖലകളെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന്, തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാറ്റിനും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ, ഇവരുടെ മക്കൾ, ഇവരുടെ കുടുംബങ്ങൾ സകല മേഖലകളും സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ദിവികാനീശോയെ ഈ മക്കളെല്ലാവരെയും ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് എല്ലാ കെട്ടുകളും പൊട്ടിച്ച് സാത്താനും അവന്റെ സന്തതികൾക്കും അവന്റെ സൈന്യത്തിനും ലഭിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളെയും എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശു മനഃശക്തിയാൽ, ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥനയുടെ ശക്തിയാൽ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ദിവ്യകാരണത്തിൽ നിന്ന് വലിയ ശക്തി പുറപ്പെട്ട് അങ്ങയുടെ മക്കളെ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ മേഖലകളെയും വിടിവിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിടിവിക്കണമേ. തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് അവന്റെ കെണിയിൽ നിന്ന് മോചിപ്പിച്ച് വിടുവിച്ച് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള് എല്ലാം നിങ്ങൾ സമർപ്പിക്കും. കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകള്, തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥകള്, അടഞ്ഞുപോയി കിടക്കുന്ന വാതിലുകള് എല്ലാം സമർപ്പിക്കുക. കുശീലകത്തിനടിവപ്പെട്ട് അവന്റെ സാധാരണ കെണി കുടുങ്ങി കിടക്കുന്ന മക്കള് എല്ലാവരെയും സമർപ്പിച്ച് ഗെയിമിന്റെ പിടി, മൊബൈലിന്റെ പിടി, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിടി, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പിശാചി ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കള്, വിവാഹം കഴിഞ്ഞിട്ട് മക്കള് വേണ്ട എന്ന് പറഞ്ഞ് വശപിടിച്ചിരിക്കുന്ന മക്കള്, എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും തീരുമാനങ്ങളെയും ശരീരത്തെയും എല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളെ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതര് നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി എല്ലാ കൃപകളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുക മാത്രമല്ല എല്ലാ വിടുതലും സ്വാതന്ത്ര്യവും നൽകി അങ്ങയുടെ മക്കളെ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെയും കുടുംബത്തെ എല്ലാം സമർപ്പിച്ച ആശീർവാദത്തിന്റെ വലിയ ശക്തി സ്വന്തമാക്കിയ മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ ശക്തമായിട്ട് ഈ പ്രാർത്ഥന മുന്നോട്ട് പോവുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ ഉപവാസമെടുത്തൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ത്യാഗങ്ങളും സഹനങ്ങളും ഇതുപോലെ ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് സ്ഥിരോത്സാഹത്തോടെ മടുത്തു പോകാതെ നിരാശപ്പെടാതെ കർത്താവിന്റെ മക്കളെ സഹനങ്ങളും കുരിശുകളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും അനുതാപത്തിന്റെയും വലിയ കരുത്തോടെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരുക. കർത്താവിന്റെ ശക്തി പ്രബലമാകും, ശക്തമാകും. കർത്താവെ വിജയിക്കും. ആമേൻ. സ്വീകരിക്കട്ടെ.